ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, അന്നസീഹത്തു സഹ്ലത്തുൻ, വഅള് പറയുക എന്ന് പറയുന്ന പരിപാടി വളരെ സിമ്പിളാണ്. ആർക്കും നോക്കി അല്ലെങ്കിൽ കാണാതെ പഠിച്ച് പറയാം. നമ്മൾ എത്ര വഅളുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ യൂട്യൂബ്, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ സ്ഥിരമായി വഅളുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നീട് എവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്? അവിടെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അടിവരയിട്ട് സൂചിപ്പിക്കുന്നു, അന്നസീഹത്തു സഹ്ലത്തുൻ വൽ മുശ്കിലു ഖബൂലുഹാ. വഅള് പറയുക എന്ന് പറയുന്ന പരിപാടി വളരെ സിമ്പിളാണ്. പക്ഷേ എവിടെയാണ് പ്രയാസമായി മാറുന്നത്? പറയുന്ന വഅള് അനുസരിച്ച് അത് കേട്ടുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ പകർത്തിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വൽ മുശ്കിലു ഖബൂലുഹാ. വഅള് കേൾക്കുന്നത് അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവല് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ട് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു നിർത്തിയിട്ടില്ല, ഫഇന്നഹാ മിൻ മദാഖി മുത്തബിഇൽ ഹവാ മുറത്തുൻ. അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിച്ച ഒരു കാര്യമാണത്. സ്വശരീര ഇച്ഛയുടെ കൽപ്പനകൾക്ക് അനുസരിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഅള് കേട്ടുകൊണ്ട് ആ വഅളിന് അനുസൃതമായി അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് മുറത്തുൻ, കയ്പുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ പ്രസംഗം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഗതകാല ജീവിതത്തിലേക്കൊന്ന് വിലയിരുത്തി നോക്കുക. ഒന്നുകിൽ നമ്മുടെ മൂന്നാമത്തെ അതല്ലെങ്കിൽ നാലാമത്തെ വയസ്സ് മുതൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ഉപദേശിക്കുന്നുണ്ട്. നമ്മുടെ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, വഫാത്ത് തുടങ്ങി അവിടെ നിന്നോട്ട് നമ്മൾ നിസ്കരിക്കാൻ പഠിക്കുന്നുണ്ട്. കളവ് പറയരുത്, ചീത്ത പറയരുത്, മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ കൂടരുത് എന്നെല്ലാം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാം ഒന്ന് ഒരു പെണ്ണെടുത്ത് ഒരു പേനയും എടുത്ത് ഒരു ദിവസം രാവിലെ ഒന്ന് എഴുതി നോക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയെല്ലാം വഅളുകൾ കേട്ടിട്ടുണ്ട്. ഗസാലി ഇമാം പറഞ്ഞ പോലെയാണ്, ഒരുപാട് വഅള് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വഅള് കേട്ടതിൽ നിന്ന് എനിക്ക് ലിസ്റ്റാക്കിക്കൊണ്ട് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഞാൻ എത്ര വഅളിന്റെ ഉപദേശങ്ങളാണ് തുടർത്തിക്കൊണ്ടുപോകുന്നത് എന്ന് ജീവിതത്തിൽ അർത്ഥവത്തായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് വൃഥാ ഒരു പരിപാടിയാണ്, വെറും ഒരു പാഴ്വേലയാണെന്ന് വഅലമു ഉമ്മത്ത് സയ്യിദന മുഹമ്മദ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈനംദിന ജീവിതത്തിൽ ഏകദേശം 1200ഓളം സുന്നത്തുകൾ, രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം കിടക്കാൻ, രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള നിമിഷങ്ങൾക്കിടയിൽ 1200ഓളം സുന്നത്തുകൾ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലികുല്ലി ഹസനത്തിൻ അശ്റു അംസാലിഹാ. ഒരു നന്മക്ക് 1 × 10 എന്ന അനുപാതത്തിൽ അല്ലാഹു തആല പ്രതിഫലം നൽകും. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. 1200 × 10 എന്ന് ഗുണിച്ചാൽ അതിന്റെ ഗുണനഫലം നമുക്ക് ഒരു ദിവസം നഷ്ടപ്പെടുകയാണ്. ഇന്നലെ നഷ്ടപ്പെട്ടു, ഇന്ന് നഷ്ടപ്പെട്ടു, നാളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്നസിഹത്തു സഹ്ലത്തുൻ വൽ മുശ്കിലു ഖബൂലുഹാ ഫഇന്നഹാ മിൻ മദാഖി മുത്തബിഇൽ ഹവാ മുറത്തുൻ.